ജഗദീഷേട്ടാ, നമുക്ക് ഈ സിനിമയിലെ മനോഹരമായ ഒരു ഗാനത്തോട് കൂടി തുടങ്ങാം. അല്ല, ആ ഗാനം ഞങ്ങൾ ജോയിൻ ചെയ്യും. ഞാനും മിനരാജ് സാറും ഒക്കെ ജോയിൻ ചെയ്യും. ഇവർ രണ്ടുപേരും പാടും. തുടങ്ങിക്കോളും. സംഗീതത്തിൻ സംഗീതേ തന്തോയത്തിനിലാണ് മത്താലേ പ്രേമത്താലേ കത്താലേ ശോകത്താലേ നന്നാനേ താരത്താരേ തത്താരേ താരത്താരേ മഞ്ചീര. മനോഹരമാണ്. നമുക്ക് ഈ ഗാനം കേട്ടപ്പോൾ തന്നെ നമുക്കൊരു എനർജി വന്നു. അപ്പോൾ തിയേറ്ററിൽ പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ ആലോചിച്ചത്. ഹൈദരാലി പറഞ്ഞ കറക്റ്റ് വാക്കാ. കാരണം എനർജി തോന്നി എന്ന് പറഞ്ഞില്ലേ, എനർജിയാണ്. അല്ല, ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് എന്തൊരു മെലഡി, അങ്ങനെയല്ല. എനർജി തോന്നുന്ന സിറ്റുവേഷൻ അനുസരിച്ച് മെലഡി ഉണ്ട് വേറെ, പക്ഷെ ഈ പാട്ടിന് ഒരു എനർജി ഫീൽ ചെയ്യണം. ആ സാഹചര്യം എന്താണെന്ന് ചോദിച്ചിരുന്നാൽ അത് പറയാൻ പ്രണയം തന്നെയാണ്. പ്രണയം അത്രയും നമ്മൾ റിവീൽ ചെയ്യാം. സിനിമ നമുക്ക് ആളുകൾ പറയണ്ട. പ്രണയം ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ കല്യാണമൊക്കെ നിശ്ചയിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും. പ്രണയത്തിന് ഒരു മെലഡി ആവാമായിരുന്നു, പക്ഷെ ഇത് വേറെ രീതിയിലാണ്. വേറെ രീതിക്ക് അങ്ങ് ആക്കി. പ്രണയം ഏത് രീതിക്ക് വേണമെങ്കിൽ ആകാമല്ലോ അല്ലെ? അതാണല്ലോ സത്യം. അത് ബേസിൽ നല്ല എക്സ്പീരിയൻസ് പോലെ പറഞ്ഞു. പ്രണയത്തിന് മെലഡി ആയിരുന്നു, അനുഭവിച്ചറിഞ്ഞ ആളാണ്. ശരിക്കും അറിഞ്ഞ ആളാണ്. എന്തായാലും ഫാലിമി എന്ന സിനിമയിൽ നമുക്ക് ഏറ്റവും സീനിയറായ ആളിൽ നിന്ന് നമുക്ക് തുടങ്ങണമല്ലോ. തീർച്ചയായും ഒത്തിരി നാടകങ്ങളിൽ പ്രേക്ഷകരെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തി. ഒരു സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂട്ടുകെട്ടിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ചേട്ടാ? സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചു വന്നതല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടുമില്ല. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമുക്കൊന്നും എത്തപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ പണ്ട് കാലം മുതലുണ്ട്. ഞങ്ങളുടെയൊക്കെ യൗവനകാലത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രേംനസീറിനെയൊക്കെ പോലെ സുന്ദരന്മാരുടെ കാലമായതുകൊണ്ട് അങ്ങനെയാണത്. വളരെ കുറച്ച് സിനിമകളല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേ ഈ രംഗത്തുള്ള പരിചയക്കാരുമില്ല, നമുക്കൊന്ന് കടന്നു വരാൻ പരിചയക്കാരുമില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു അന്യത്വം ഇല്ലാതായി. സിനിമ എന്തോ ഒരു ഇങ്ങനെ ഭയങ്കര ആളുകളുടെ ഒരു ആണെന്നാണ് നമ്മുടെ ധാരണ ഉണ്ട്. ഇല്ല, നമ്മുടെ നാടകത്തിൽ നടക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഇച്ചിരി കൂടി സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ സിനിമയാണ്. ഈ നാടകക്കാർക്ക് പൊതുവെ ഒരു ഇച്ചിരി അത് അറിയാവുന്നതുകൊണ്ട് ഇച്ചിരി അങ്ങനെ ഒരു ഉണ്ട്. സംസാരിക്കുമ്പോൾ മസിൽ കൊടുത്ത് അഭിനയിക്കുമ്പോൾ വെള്ളത്തൊക്കെ തന്നെയുണ്ട്. എങ്കിലും നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ അവർ, അതില്ലെന്നല്ല. പക്ഷെ അതിനേക്കാൾ ഇച്ചിരി കൂടി ഒരു അടുപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പുതുമുഖം എന്നുള്ള നിലയിൽ ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാവരും നമ്മളെക്കാളൊക്കെ മുമ്പ് രജിസ്റ്ററായ ആളാണ്. പക്ഷെ അതല്ല, അവരെന്നെ സ്വീകരിച്ചതും എന്നോട് കാണിച്ചതും വളരെ മുമ്പേ പരിചയമുള്ള അവരുടെ അപ്പൂപ്പനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെയൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇതിലുണ്ടായത്. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇതുപോലെ വേറെ നാടകത്തിൻ്റെ വർക്കുകൾ നിൽക്കുമ്പോൾ ഇതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരിൽ ഒരാളായ ഷിബോയ് എന്നെ വിളിക്കുന്നു. ഉടനെ വരണമെന്നും പറഞ്ഞാൽ വിളിക്കണം. അപ്പോൾ ഷിബോയുടെ ശബ്ദം കേട്ടപ്പോഴും ഷിബോ എന്നുള്ള പേര് കേട്ടപ്പോഴും എനിക്ക് തോന്നി എന്തൊരു ചെറിയ ഏർപ്പാടാണ് ഇത്. എനിക്ക് സിനിമയാണെന്ന് പോലും തോന്നില്ല, എന്തോ ഷോർട്ട് ഫിലിം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും പറ്റില്ല, നാളെയും പറ്റില്ല, മറ്റന്നാളും പറ്റില്ല, കാരണം എനിക്ക് നാടക അവതരണമുണ്ട്. അപ്പോൾ അങ്ങനെയല്ല ചേട്ടാ, ഒന്ന് നാളെ രാവിലെ വരിക എന്നും പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ 10 മിനിറ്റേ ഉള്ളൂ എനിക്ക് തരുവുള്ളൂ, എനിക്ക് വേറെ നാടക അവതരണം ഉള്ളതുകൊണ്ടാണ് 10 മിനിറ്റ് എന്നും പറഞ്ഞ് ഞാൻ ചെല്ലുന്നു. അവിടെ വെച്ച് സാൻജോ എന്ന് പറഞ്ഞ ഇതിൻ്റെ കോറൈറ്റർ ഉണ്ട്, അദ്ദേഹമാണ് എനിക്ക് കഥ പറഞ്ഞു. കഥ 1 ലൈൻ കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു നമ്മളൊന്ന് ടച്ച് ചെയ്തു. കാരണം കഥയിൽ തന്നെ എനിക്ക് യുക്തിഭദ്രത എന്നൊരു സാധനം ഫീൽ ചെയ്തു. ഇതിലൊന്നും അവിശ്വസനീയമാണെന്ന് എൻ്റെ വിശ്വാസം പ്രേക്ഷകർക്കും തോന്നില്ല. അവിശ്വസനീയമായ ഒരു കാര്യവും ഇല്ല. അപ്പോൾ അത് എന്നെ ആകർഷിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നിതീഷ് സാറിനെ വിളിച്ചു. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞത് ഇതൊന്ന് പറഞ്ഞു നോക്കാം എന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ നാടകത്തിൻ്റെ തിരക്കിൽ എന്നാലും ഒന്ന് സ്ക്രിപ്റ്റ് അവർ പറഞ്ഞ പോലെ ഞാനൊന്ന് വായിച്ചു. നിതീഷ് സാറിന് അത് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു, കണ്ടു. പിന്നെ അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഫോട്ടോ ഗണേഷ് സാറിനൊക്കെ അയച്ചു കൊടുത്തു. അവരും എന്നെ ഓക്കെ അടിച്ചു.
അങ്ങനെ ഏറ്റവും നവംബർ 3-നാണ് ഞങ്ങൾ ഈ ഷൂട്ടിന് വേണ്ടി പോകുന്നത്. ഞാൻ ഏകദേശം ഒരു ഒക്ടോബർ 26-27 വന്ന് പെട്ടതാണ്. നാളെ സമയമില്ല, മറ്റൊന്ന് സമയം, എൻ്റെ പിറ്റേ സമയം, പിന്നെ സമയം മാത്രം ഉണ്ടായിരുന്നു. അതെ, അല്ല അത് ലാസ്റ്റ് നാടകം കഴിഞ്ഞു. ഒക്ടോബർ ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ നാടകം കഴിഞ്ഞു, പിന്നെ ഫ്രീ ആയി. അതൊരു കാവ്യനീതിയാണ് ഈ മീനരാജ് മാഷ് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തുക. ഇത്രയും വർഷങ്ങളായിട്ട് 50 വർഷത്തോളമായിട്ട് നാടകത്തിലും ഒക്കെ ആയിട്ടും ഒരുപാട് ജീവിതാനുഭവങ്ങളും ഭയങ്കര വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഒരാള് ഇങ്ങനത്തെ ഒരു പോയിന്റിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഈ സിനിമ വിജയിച്ചാൽ അത് മീനരാജ് മാഷിന്റെ എന്താ പറയാ വേണ്ടിയിട്ടാണ് ഈ സിനിമ ചിലപ്പോൾ സംഭവിക്കുന്നത് തന്നെ. അങ്ങനെ ഒരു ആൾ ഇത്രയും എക്സ്പീരിയൻസിന്റെ ഒരാളുടെ ഒരു എന്താ പറയാ എല്ലാം കൂടെ കൾമിനേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ആക്ച്വലി ഹീറോ എന്ന് പറയുന്നത് മാഷാണ്. മാഷിന് ആണ് ഈ സിനിമ കഥ എന്ന് പറയുന്നത്. മാഷാണ് ഈ കഥയെ ഡ്രൈവ് ചെയ്യുന്നത്. എല്ലാവരുടെയും കഥയാണെങ്കിൽ പോലും ഈ കഥയെ നയിക്കുന്നത് മാഷാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ സിനിമയിലേക്ക് ഡെസ്റ്റിനിയാണ് മാഷിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഈ സിനിമ എൻ്റെ ഒരു അറിവനുസരിച്ച് വളരെ നേരത്തെ ചിത്രീകരിക്കേണ്ടതായിരുന്നു. എന്തോ കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി. അപ്പോൾ ഞാൻ ഡയറക്ടറോട് അവസാനം പറഞ്ഞ ഇതൊക്കെ മാറിപ്പോയത് എനിക്ക് വേണ്ടിയാണ്. അതാണ് പറഞ്ഞതും, അതാണ് ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞതും. അല്ല ജഗദീഷേട്ടാ, ഈ പെട്ടെന്ന് ഇദ്ദേഹത്തെ പോലെ നമ്മൾ എത്രയോ സ്റ്റേജുകളിൽ കൈയടി വാങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ ഓടി ഈ സിനിമയിലേക്ക് എത്തുന്നു. സിനിമയിൽ വന്നിപ്പം ഒരു എക്സ്പീരിയൻസ് അല്ലേ, ജഗദീഷേട്ടൻ്റെ ഒരു മനസ്സിലേക്ക് ഇദ്ദേഹമൊക്കെ എത്തുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അല്ല, ഈ നമ്മൾ നടന്മാർ തമ്മിൽ അല്ലെങ്കിൽ നടനോ നടിയോ ഒരു തമ്മിൽ ഒരു റാപ്പോർട്ട് ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഫസ്റ്റ് ഡേ മീനരാജ് സാറിനെ നേരിട്ട് പരിചയപ്പെടുന്നതിൻ്റെ ആ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി എനിക്കൊരു റാപ്പോർട്ട് ഇദ്ദേഹമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന്. അപ്പം പിന്നെ വളരെ എളുപ്പമായി. എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കി. നാടകരംഗത്ത് ഇത്രയും വർഷത്തെ പരിചയം എന്ന് പറയുമ്പം എന്തുമാത്രം കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അഭിനയം എന്ന് പറയുന്ന അനുഭവമാണ്. ഓരോ സ്റ്റേജും ഓരോ അനുഭവമാണ്. അവിടെ എന്തെല്ലാം സാഹചര്യങ്ങളിൽ ആരുടെ മുന്നിൽ അവതരിപ്പിച്ചാലും ഏത് സമിതിക്ക് വേണ്ടിയാണ്, ഏത് ഓഡിയൻസിന് വേണ്ടിയാണ്, ഏത് സ്ഥലത്ത് അവിടെ എത്തിപ്പെടുന്നതിൻ്റെ പ്രശ്നം, അവിടെ കട്ടൻ കെട്ടുന്നത്, അവിടുത്തെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൻ്റെ, അവിടുത്തെ പാട്ടുകാർ വരുന്നതിൻ്റെ, ബാക്കിയുള്ള നടന്മാർ വരുന്നതിൻ്റെ, ഒരു നടൻ ലേറ്റായിട്ട് എത്തിയാൽ ഉണ്ടാകുന്ന ടെൻഷൻ ഉൾപ്പെടെയുള്ള ഈ ഓരോ സ്റ്റേജും ഓരോ അനുഭവമാണ്. അങ്ങനെ 50 വർഷത്തോളം ഉള്ള അനുഭവമുള്ള ഒരു നടൻ്റെ കൂടെയാണ് അഭിനയിക്കാൻ കഴിഞ്ഞതെന്നുള്ള ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ സീനിയോറിറ്റി ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. ഞാനും ബേസിലും സന്ദീപും ഒക്കെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ആ റെസ്പെക്റ്റ് വിട്ട് നമുക്ക് പെരുമാറാൻ പറ്റില്ല. ഈ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ അത്രയും റെസ്പെക്റ്റ് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. പതിയെ പതിയെ പരിചയപ്പെട്ട് അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കി. ഇതല്ല, ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നമുക്ക് ഒരു അകൽച്ച ഉണ്ടായിട്ടില്ല. നമുക്കെല്ലാവർക്കും മീനരാജ് സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാൾ തന്നെ. പിന്നെ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യണം, ട്രെയിൻ ഷൂട്ട് ചെയ്യണം. ഒരു ട്രെയിൻ പാസ് ചെയ്തിട്ട് ആ ഷോട്ട് എടുത്തിട്ട് അടുത്ത ഷോട്ട് എടുക്കുന്നെങ്കിൽ ട്രെയിൻ അത്രയും ദൂരം പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് വേണം എടുക്കാൻ. ഭയങ്കര ക്ഷമ വേണം. നമ്മൾ മാറിയിരുന്ന് ആ സമയത്ത് നമ്മൾ ഇതെന്ത് എന്ന് ചിന്തിച്ചാൽ എല്ലാവരുടെയും മൂഡ് പോകും. ആ സ്പിരിറ്റ് ഡൗൺ ആകാതെ ഞങ്ങൾ ഇരിക്കുകയാണ്. ഇത് പലപ്പോഴും അർദ്ധരാത്രി വെളുപ്പിന് 4 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിനിൻ്റെ പോക്കെന്നൊക്കെ പറഞ്ഞ് ട്രെയിൻ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്, ഞാൻ നമ്പർ 20 മദ്രാസ് മെയിലിലെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, ഏറ്റവും ദുഷ്കരമായിട്ടുള്ളത് ട്രെയിനിൻ്റെ ഷൂട്ടിങ്ങാണ്. ഈ ട്രെയിനിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഷോട്ട് എടുത്ത് ട്രെയിൻ അങ്ങോട്ട് മൂവ് ചെയ്തു, പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ട്രെയിനിൻ്റെ സിഗ്നൽ കൊടുക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ സിഗ്നൽ കൊടുത്തിട്ടേ ബാക്കിലോട്ട് മൂവ് ചെയ്യുള്ളൂ. പിന്നെ 1 ഇഞ്ച് പോകണമെങ്കിൽ അപ്പോൾ എത്ര സമയം എടുക്കും ആലോചിച്ചു. ഈ സിനിമയിൽ അങ്ങനെ ട്രെയിനിന് വേണ്ടിയും ബസ് യാത്രയ്ക്ക് വേണ്ടിയും അന്യനാട്ടിലാണ്, നമുക്ക് ഒരു പരിചയമില്ലാത്ത ടെറൈനാണ്. അവിടെ നമ്മൾ തമ്മിൽ നല്ല ധാരണയും ഐക്യമൊക്കെ ഉണ്ട്. മഞ്ജു പിള്ള എല്ലാവരും പരസ്പരം സഹകരിച്ച് അവിടുത്തെ നാട്ടിലെ ആൾക്കാരായി നമ്മൾ മാറി എന്നുള്ളതാണ്. അവിടെ നാട്ടുകാരുമായിട്ട് നമുക്ക് നല്ല ഒരു റാപ്പോർട്ട് ഉണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ എല്ലാവരും കുറച്ച് ടയേർഡാണ്, എക്സോസ്റ്റഡ് ആണ്. അത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. അത് നമ്മൾ അഭിനയിക്കേണ്ട വന്നിട്ടില്ല. ആ ടയേർഡ്നെസ്സും ആ പൊടിയും ബഹളവും വേർപ്പും തണുപ്പും കാലാവസ്ഥയും കുറേ രാജസ്ഥാനിൽ ചൂടും പകല് കൊടും ചൂട്. രാജസ്ഥാനിൽ മരുഭൂമിയിലായിരുന്നു ചൂട്. അപ്പോൾ കൊടും ചൂടും, രാത്രിയാകുമ്പോൾ കൊടും തണുപ്പ്. കാശിയിലേക്ക് എത്തുമ്പോഴേക്കും ഫുൾ തണുപ്പ്. കാശിയുടേതായ വേറെ കാലാവസ്ഥയുടെയും പൊടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ക്രൗഡ്, അതെല്ലാം കൂടെ. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. സിനിമയിൽ എങ്ങനെയാണോ നമ്മളെ കാണുന്നത്, അല്ലെങ്കിൽ ഈ പോസ്റ്ററിൽ നമ്മളെ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു നമ്മൾ. മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. അവിടുത്തെ റിയൽ കാശിയില്
അവിടെ ദർശനം നടത്താൻ വരുന്നവരുടെ കൂടെ അവരുടെ കൂടെ നമ്മൾ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അത് അവര് പറഞ്ഞിട്ടില്ല, ഈ അവരൊന്നും പറഞ്ഞിട്ടില്ല. ക്യാമറ എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കും അറിയില്ല. നമ്മുടെ അടുത്ത് നടക്കാൻ പറയും, നമ്മളങ്ങ് നടക്കും. അത് പടി കയറി ഇങ്ങനെ പോകും. അവിടെ നിന്ന് വിളിച്ചു നേരെ നടന്നോളാൻ പറയും. ഇവിടെ നിന്നിട്ട് കുറേ ദൂരം നടക്കണം, ക്രൗഡിന്റെ കൂടെയാണ്. ആ നടന്ന് വരുന്ന ഡബിങ്ങിന് വരുമ്പോഴാണ് ഇത് ഇങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് പോലും മനസ്സിലാവുന്നത്. നമ്മൾ പലപ്പോഴും ക്യാമറ എവിടെയാണ്, 2 ക്യാമറ ഉണ്ടാവും, നമുക്കൊന്നും അറിയില്ല. ഈ ക്രൗഡിന്റെ കൂടെ ഇങ്ങനെ അങ്ങ് ലയിച്ച് അവിടെ പാട്ടുണ്ട്, റിയൽ മ്യൂസിക് ഉണ്ട്, അതിന്റെ കൂട്ടത്തിലൊക്കെ അങ്ങനെ പോകണം. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറയുന്ന ഒരു ഫാമിലി ചിത്രമാണ്, പക്ക ഫാമിലി ചിത്രമായിട്ടാണ് നമുക്ക് പോസ്റ്ററിൽ നിന്നും ഇതിലൊക്കെ മനസ്സിലാവും. ഫാമിലി, ഒരു മുത്തച്ഛനും ഒരു അച്ഛനും മക്കളും എന്ന നിലയിലേക്കാണ് സിനിമ പോകുന്നതെന്നാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലായത്. ഒത്തിരി ഫാമിലി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഫാമിലി ചിത്രങ്ങളാണ് കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും. ആ ചിത്രങ്ങൾ കുറേ നാളുകളായിട്ട് സത്യേന്ദ്രനാഥ് ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ ഇല്ലാതാക്കുകയും പിന്നീട് ആ ചിത്രങ്ങളിലേക്ക് തിരിച്ചു വരവിലേക്കാണ് ഇപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു ഫാമിലി ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ളൊരു വിശ്വാസം ഈ സിനിമയ്ക്ക് കൊടുക്കാൻ എന്തായിരിക്കും ജഗദീഷ് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? അല്ല, ഈ ഫാമിലി പടം എന്ന് പറയുന്നത് പ്ലസും പറയാം മൈനസും പറയാം. ഇന്നത്തെ കാലത്ത് ഈ ഫാമിലി പടം അത്ര ഒരു വലിയ എക്സ്പീരിയൻസ് അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരെ കൂടെ തൃപ്തിപ്പെടുത്തണം. ഈ ഫാമിലി പടം എന്ന് പറഞ്ഞാൽ നന്മ ഉദ്ഘോഷിക്കുന്ന പടങ്ങൾ, അച്ഛൻ അമ്മ, അവസാനം ഞാൻ തിയേറ്ററിൽ ഈ താരാചന്ദ് ബർജാത്യ നിർമ്മിച്ച് സൂരജ് ബർജാത്യ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളെല്ലാം കണ്ട് കരഞ്ഞിട്ടുള്ള ആളാണ്. ഹം ആപ്കെ ഹേ കോൻ, ഹം സാത്ത് സാത്ത് ഹേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടങ്ങൾ, ഈ സൂരജ് ബർജാത്യയുടെ എല്ലാ പടങ്ങളും കണ്ട് ഞാൻ അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കാണുമ്പോൾ ഞാൻ കരയും. പക്ഷേ ആ സൂരജ് ബർജാത്യ ഇന്ന് എടുത്തിരിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഊഞ്ചായി എന്ന് പറഞ്ഞ് അമിതാഭ് ബച്ചനൊക്കെയുള്ളൊരു പടം, ആ ട്രെൻഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഫാമിലി മൂവി എടുത്തിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൽ ഒരാൾ ഇന്ന് എടുത്തിരിക്കുന്ന ഫാമിലി മൂവി എന്ന് പറയുന്നത് ടിപ്പിക്കൽ ഫാമിലി മൂവി അല്ല. എന്ന് പറഞ്ഞാൽ ഇത് ടിപ്പിക്കൽ ഫാമിലി മൂവി അല്ല. ഇന്ന് ഈ ഒരു ടിപ്പിക്കൽ ഫാമിലി മൂവീസിന് അധികം പ്രസക്തിയില്ല. ഫീൽ ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഫീൽ ഗുഡ്, അവസാനം എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കുറ്റങ്ങൾ പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കാല് വീഴുന്ന സംഭവം, കുടുംബം വലുതാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള നന്മയൊന്നും ഉദ്ഘോഷിക്കുന്ന പടമൊന്നുമല്ല. ഇത് കുറേ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത് ഫാമിലിക്ക് വേണ്ടിയുള്ള പടമാണ്, അല്ലാതെ കുടുംബ ചിത്രം എന്ന് പറഞ്ഞ് നമുക്ക് ഇതിന് മുദ്ര കുത്താൻ പറ്റില്ല. ഇതിനകത്ത് ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നുണ്ട്, ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ആ കുടുംബം എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള കുടുംബമായിരിക്കും, പക്ഷെ ആ കുടുംബത്തിൻ്റെ രസം, നർമ്മം, അതിൻ്റെ പിന്നെ മണ്ടത്തരം അല്ലേ, അതിൻ്റെ പോക്കിരിത്തരം എല്ലാം ഈ കുടുംബത്തിലുണ്ട്. അതാണ് ഇതിൻ്റെ രസം. അല്ല ടിപ്പിക്കൽ ഒരു ഫാമിലി മൂവി അല്ല, ഒന്നുമല്ല. ഈ പറഞ്ഞതുപോലെ ഈ പ്രൊഡ്യൂസർമാരുടെ കൂടെ 3ാമത്തെ സിനിമയിലേക്ക് വരാണ്, കൊടുക്കില്ലാന്ന് തീരുമാനിച്ചാണോ? എന്താണ് എൻ്റെ ഒരു ഉള്ളടക്കം എന്ന് എനിക്ക് അറിയാൻ കൊള്ളാം. അല്ല, ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്കെല്ലാം വീണ്ടും വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യാം അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന ഇപ്പോൾ ജാനേമൻ സംഭവിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ചിദംബരം ആദ്യം പ്രൊഡ്യൂസേഴ്സാണ് ആ സിനിമയിലേക്ക് വന്നത്. ജയ വന്നപ്പോൾ വിപിൻ ചേട്ടൻ ആദ്യം എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. ഞാൻ വിപിൻ ചേട്ടൻ ജാനേമൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് ഞാൻ ഇവരുടെ അടുത്തേക്ക് വിപിൻ ചേട്ടനെ പറഞ്ഞു വിടുകയായത്. ഫാലിമി നിതീഷ് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു, അന്നേരം പ്രൊഡ്യൂസർ ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നിതീഷ് പിന്നെ ഇവരുടെ അടുത്തും, ഇവർക്കപ്പോൾ ജാനേമൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാനേമൻ അപ്പോൾ അവർക്കൊരു ഏകദേശം ഒരു സൂചനയുണ്ട് ജാനേമൻ വർക്കാവും എന്ന്, ജയ ജയ വർക്കാവും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ അത് കാരണം അപ്പോൾ പിന്നെ ഈ സിനിമയും അപ്പോൾ തന്നെ അവരങ്ങനെ ഒരു പ്രൊജക്റ്റ്, അവരും കഥയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അതങ്ങ് സംഭവിച്ചതാണ്. അത് അങ്ങനെ എല്ലാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് സംഭവിക്കുന്നില്ല. എനിക്ക് പിന്നെ അവരുമായിട്ട് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആണ്. അവരും ഈ പറയുന്ന സിനിമ ക്യാമറാമാൻ ആയിരുന്നു, അതിൽ ഗണേഷ് ഏട്ടൻ, ലക്ഷ്മി ആണെങ്കിലും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ ആയിരുന്നു. അങ്ങനെ അതിൽ നിന്ന് വളർന്നു വന്ന ആൾക്കാരാണ്, അല്ലാതെ സിനിമ എന്താണെന്ന് അറിഞ്ഞു വന്നതാണ്. അപ്പൊ കുറെ പൈസ ആയിട്ട് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ആൾക്കാരല്ല, കുറച്ചുകൂടെ സിനിമയിൽ തന്നെ നിന്ന് വളർന്ന് പ്രൊഡ്യൂസേഴ്സ് ആയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ ഈസിയാണ്, ട്രാൻസ്പെറൻസി ഉണ്ട്, നമ്മളെപ്പോലെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു സുഖമുണ്ട്, കമ്മ്യൂണിക്കേഷനൊക്കെ എളുപ്പമാണ്, സിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെ ഇതിനു വേണ്ടി തന്നെ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ സിനിമ ഹിറ്റായാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്, പക്ഷേ അതിനേക്കാളും കൂടുതൽ സന്തോഷം ബേസിലാണ് ഹാട്രിക്. അതെ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകട്ടെ, അതാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഫാമിലി ചിത്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ചെയ്തു വെച്ചിരുന്ന ഇവരുടെ സിനിമയിലെല്ലാം ഫാമിലി ചിത്രങ്ങളിൽ എല്ലാം ഉൾക്കൊണ്ട ഒരു ചിത്രമായിരുന്നു. അതിൽ വ്യത്യസ്തമാണ് ഈ ചിത്രങ്ങൾ. നമ്മളൊരു നേരത്തെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇത് കുടുംബത്തിന് കാണാം, അല്ല അടിച്ചേൽപ്പിക്കുകയല്ല, കുടുംബ ചിത്രം നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല എന്ന് ജഗദീഷ് ചേട്ടൻ പറഞ്ഞു. ആ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന സിനിമ കണ്ടിറങ്ങുമ്പോൾ ഞാൻ സിനിമ കണ്ടിറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ബേസിലിൻ്റെ കഥാപാത്രം എൻ്റെ അടുത്തൊരു വീട്ടിലുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാനായിരുന്നു, ജഗദീഷ് ചേട്ടൻ്റെ അച്ഛൻ്റെ കഥാപാത്രം എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ അതായിരുന്നു എന്ന് തോന്നിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഈ സിനിമ?
തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ, നമുക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ. ഇവരുടെ പ്രശ്നങ്ങളും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ റിലേറ്റബിൾ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളൊരു ഫീൽ ഗുഡ് ഫാമിലി എന്ന് പറയുന്ന പോലത്തെ ഒരു ടെംപ്ലേറ്റ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സിനിമകൾക്ക് പ്രസക്തിയില്ല. അത് തിയേറ്ററിൽ ഇപ്പോൾ പ്രത്യേകിച്ച് തിയേറ്ററും OTT എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സമയത്ത് തിയേറ്ററിലേക്ക് കുറച്ചുകൂടെ ഓഡിയൻസ് കമ്മ്യൂണിറ്റി വ്യൂവിങ്ങിനും കുറച്ചുകൂടെ അങ്ങനത്തെ സിനിമകൾ വന്നാലേ ആൾക്കാർ വരുള്ളൂ. ഇപ്പോൾ പഴയ ഇപ്പോൾ ജഗദീഷൻ പറഞ്ഞ പോലത്തെ സിനിമകൾക്ക് ഇപ്പോൾ ഒരു ഫാമിലി ഡ്രാമ, ഒരു വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ ആൾക്കാർ പഴയ പോലെ തിയേറ്ററിലേക്ക് വരണമെന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരണമെങ്കിൽ കുറച്ചുകൂടെ ആ കമ്മ്യൂണിറ്റി വ്യൂവിങ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന, തിയേറ്റർ വ്യൂവിങ് കൊടുക്കാൻ പറ്റുന്ന, അതിപ്പോൾ വലിയ സിനിമ തന്നെ ആവണമെന്നില്ല, വലിയ ബജറ്റുള്ള സിനിമ തന്നെ ആവണമെന്നില്ല. അപ്പോൾ ജയ അത്ര വലിയ ബജറ്റുള്ള സിനിമയല്ല, സ്റ്റിൽ കമ്മ്യൂണിറ്റി വ്യൂവിങ് ഡെലിവർ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ആ സിനിമ സക്സസ്ഫുൾ ആയത്. അല്ലെങ്കിൽ ഇപ്പോൾ രോമാഞ്ചം, അതൊന്നും ബഡ്ജറ്റ് ഡിപ്പെൻഡൻ്റ് അല്ല, അല്ലെങ്കിൽ ഒരു മെയിൽ സെൻട്രിക് ആവണം അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക്, അങ്ങനെയൊന്നുമില്ല. സിനിമയ്ക്ക് തിയേറ്ററിൽ ഓഡിയൻസിനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ആ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നത് അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ബഡ്ജറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു സ്പേസിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു വീടിൻ്റെ അകത്ത് നടക്കുന്ന അച്ഛനും മകനും അമ്മയും അപ്പൂപ്പനും മാനി ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒരു സിനിമയേ അല്ല. ഇത് നമ്മളൊരു ട്രാവൽ സിനിമയാണ്, ട്രാവൽ ജോണറിൽ വരുന്ന സിനിമയാണ്, ഒരു അഡ്വഞ്ചർ സിനിമയാണ്, അഡ്വഞ്ചർ ട്രാവൽ കോമഡി എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. അതിൽ ഈ അങ്ങനത്തെ അവസ്ഥകളിലൂടെ ഇവർ പോകുമ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ അകത്തേക്ക് എത്തുന്നു. ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നു, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ അതിന്ന് അവസാനം ഇവർ ഒരു പ്രശ്നത്തിൽ നിന്നൊരു റെസൊല്യൂഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മളൊരു മെസ്സേജ് കൊടുത്ത് അല്ലെങ്കിൽ എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ശുഭം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സിനിമയൊന്നുമല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകളും കുറവുകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഒരു നന്മ മരം എന്ന് പറയപ്പെടുന്ന ഒരാളൊന്നുമില്ല, ആരുമില്ല. എല്ലാവരും കുറവുകളുള്ള സാധാരണക്കാരായ എല്ലാവരെയും പോലെയൊക്കെ തന്നെയുള്ള മസിലൊക്കെ പിടിച്ച് നടക്കുന്ന അവരുടേതായ ഈഗോകളൊക്കെ ഉള്ള കുറച്ച് മണ്ടത്തരമൊക്കെ ഉള്ള മണ്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വെറും മണ്ടന്മാരൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവരുടെ കോമഡികളും തമാശകളൊക്കെ ആയിട്ട് പക്ഷെ നമുക്ക് എവിടേക്കോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഇമോഷൻസും കുറേ കാര്യങ്ങളും നമുക്ക് കണക്റ്റ് ആവും ഈ സിനിമ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുഷ് ചെയ്തിട്ടൊരു സിനിമ എടുക്കുമല്ല. ഇപ്പോൾ നേരത്തെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മൾ പക്ഷേ തിയേറ്ററിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിനൊരു അഡ്വഞ്ചർ ട്രാവൽ എന്നൊക്കെ പറയുന്ന ഒരു ഫ്ലേവറിൽ ഇതൊക്കെ കൊടുക്കാൻ പറ്റുമ്പോൾ അത് വേറൊരു രീതിയിൽ. ഇപ്പോൾ ജയ ഒരു സ്ത്രീപക്ഷ സിനിമയായിട്ട് മാത്രം എടുത്തിരുന്നെങ്കിൽ ആരും തിയേറ്ററിൽ വരില്ല. അതിനൊരു ആക്ഷൻ, അത് അവർ തമ്മിലുള്ള കോമഡിയും ആക്ഷനും ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് അതൊരു കമേഴ്ഷ്യൽ തിയേറ്റർ സിനിമയായിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമാണ്. ഇതൊരു പാക്കേജ് ആയിട്ട് നമ്മളിത് ഡെലിവർ ചെയ്യാൻ പറ്റുമ്പോഴാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തിയേറ്ററും കൂടെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട സിനിമ എന്നുള്ളത്. അത് ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബാക്കി അല്ല, ഇതിൽ കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഹൈദരാലി ചോദിച്ച കാര്യം ബേസിൽ പറഞ്ഞ മറുപടി രണ്ടും കറക്റ്റാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ കാണുമ്പോൾ ഈ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ പയ്യനാണെന്നോ വീട്ടിൻ്റെ അപ്പുറത്തെ അച്ഛനാണെന്നോ ഒന്നും ഓർമ്മ വരില്ല. ചിരിക്കും, രസിക്കും, ആസ്വദിക്കും. എല്ലാം കണ്ട് കഴിയുമ്പോൾ നമ്മൾ ഇത് അപ്പുറത്തെ വീട്ടിലെ അയാളല്ലേ, ഇത് ഞാനല്ലേ എന്ന് ചിന്തിക്കും. തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ അച്ഛനല്ലേ, അങ്ങനെ ഒന്നും ഇറങ്ങുമ്പോൾ ചർച്ചയാവും, നമ്മുടെ മനസ്സിൽ നിൽക്കും. യെസ്, ഇറങ്ങുമ്പോൾ ചർച്ചയാവും. കാണുമ്പോൾ രസിക്കാനുള്ള വിഭവങ്ങൾ നിറച്ചായിരിക്കും. അപ്പം നമ്മുടെ അച്ഛനാണ്, ഇത് ഇയാളല്ലേ, ചിരിക്കാനേ നമുക്ക് തോന്നും. ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് എൻ്റെ അച്ഛനും ഇതേപോലെയാണ് എന്നൊന്നും അപ്പം ചിന്തിക്കേ തോന്നൂല്ല. നമുക്ക് ചിരിക്കാനേ തോന്നും, നിറച്ച് ചിരിക്കാനുണ്ടാവും. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒന്നും മനഃപൂർവ്വമായി സംഭവിക്കുന്നതല്ല. എല്ലാം ഇങ്ങനെ വന്നേരുകയാണ്. വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഇതൊക്കെ നമുക്ക് റിലേറ്റബിൾ ആണ് എല്ലാം. സിനിമ ഒരു എന്റർടൈനർ ആണ്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്നുള്ള സിനിമ അപ്പുറത്തേക്ക് ഒരു കോമഡി ഫൺ അഡ്വഞ്ചർ ട്രാവൽ സിനിമയാണ്. നമുക്ക് ആസ്വദിച്ചിരുന്ന് കാണാം, മനസ്സ് നിറച്ചിരിക്കാം. കോമഡി ഫൺ അഡ്വഞ്ചർ ഫാമിലി, അതാണ് അത് കറക്റ്റ്. പത്രപരസ്യം കൊടുക്കാൻ പ്രൊഡ്യൂസർ ഇടക്കൊന്ന് കൊള്ളും. അത് വേണം, അതുകൊണ്ട് വേണമല്ലോ ഒരു കുടുംബത്തിലെല്ലാം. ഏത് ചിരിയിലും ചേട്ടാ, ചാർലി ചാപ്ലിന്റെ ചിരി ഇന്നും നമ്മൾ ചിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് കൊള്ളുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ ചിരി അവിടെ പോയാണ്. ഇന്നും നമ്മൾ ചാർലി ചാപ്ലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചിരിയോടൊപ്പം നമ്മൾ ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ആ കൊള്ളുന്നതുകൊണ്ടാണ്. ചെറിയ വേദന നമുക്ക് കിട്ടും, നൊമ്പരങ്ങളൊക്കെ ഉണ്ടാവും. നൊമ്പരങ്ങൾ വേണമല്ലോ നമുക്ക്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഇതൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളിതൊന്നും അവകാശപ്പെടുന്നില്ല.
ഇതെല്ലാം നന്നായിരിക്കുന്ന മാത്രം പ്രേക്ഷകരോട് ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരാണ് വിധേയതം. ഇതൊക്കെയാണ് ഇത് നമ്മൾ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്തപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. തോന്നിയ ഫീലാണ്. നമുക്ക് തോന്നി നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ പറയുന്ന വാക്കുകളെല്ലാം ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറയാണ്. നമ്മളിത് ആസ്വദിച്ചാണ് ഇതിൽ അഭിനയിച്ചത്, പങ്കെടുത്തത്. ഇത് പ്രേക്ഷകരെ 100% രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുടെ കയ്യിലാണ്. നമ്മൾ എക്സാം എഴുതി വെച്ചിട്ടുണ്ട്, അതെ മാർക്ക് പ്രേക്ഷകരുടെ അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഫോട്ടോ, ഈ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ചിരി തുടങ്ങുവാണല്ലോ. അതാണ് എന്നെ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. അങ്ങനത്തെ ടീമുകളാണല്ലോ ഇതെല്ലാം, ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട ടീമുകളാണല്ലോ, അതിൽ മാറ്റമൊന്നും ഇല്ലല്ലോ.